ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ ഒരു ഗ്ലാസ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ കഷ്ണം വെള്ളത്തിൽ കുതിർത്തിയിട്ട് ആ വെള്ളം ചേർത്താൽ മതി. ഇനി ഇതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ബജിയുടെ മാവൊക്കെ കലക്കിയെടുക്കുന്ന പാകത്തിന് നമുക്കിതിലേക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒന്നിച്ച് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ടും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടും പാടില്ല. സാധാരണ നമ്മൾ ബജിയുടെ മാവ് ഉണ്ടാക്കുന്ന അതേ പാകത്തിൽ തന്നെ നിങ്ങൾ കലക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ കട്ടയില്ലാണ്ട് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകത്തിനാണ് നമ്മൾ മാവ് കലക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു സവാള, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ കുറച്ച് പച്ചമുളകും കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഒരുപാട് സമയം നിങ്ങളത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ വഴറ്റിയതിലേക്ക് ഇത് കാണിക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ. മറ്റേത് ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്കും തന്നെ കാണുമ്പോൾ ഒരുപാടായി പോവും. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പച്ചമുളകിൻ്റെ എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. മുളക്, മഞ്ഞൾ, ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു 4 കോഴിമുട്ട ഒന്ന് പുഴുങ്ങി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട 4 പീസായിട്ടൊന്ന് കീറിയെടുത്താണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി, ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൂട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. മുട്ടയുടെ ആ ഒരു മഞ്ഞ ഭാഗം പുറത്ത് കാണാത്ത രീതിയിൽ വേണം നിങ്ങളിത് കോട്ട് ചെയ്തെടുക്കാൻ. മുട്ടയുടെ ആ മഞ്ഞ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ തട്ടുമ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഭാഗം കാണാതെ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പീസ് മുഴുവനായിട്ടും ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് വെച്ചിട്ട് കവർ ചെയ്യാം. ഞാൻ ആ ഒരു മഞ്ഞ ഭാഗം മാത്രമാണ് ഇതുപോലെ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കടലമാവിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ബാറ്റർ ഉണ്ടല്ലോ, അതിൽ മുക്കിയിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട പുഴുങ്ങിയത് മാത്രം ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സാധാരണ മുട്ട ബജി കഴിക്കുന്നേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലോ വെളിച്ചെണ്ണയിലോ ഏതിലായാലും കുഴപ്പമില്ല, ഫ്രൈ ചെയ്തിട്ട് നമുക്കെടുക്കാം. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. സാധാ ഒരു ബജിയൊക്കെ ഉണ്ടാക്കുന്നേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. ഒരു സവാള വഴറ്റിയെടുക്കുക, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുക, ഇത്രയൊക്കെ തന്നെ നമുക്ക് സാധാരണ ഒരു മുട്ട ബജി ഉണ്ടാക്കുന്നതിലേറെ കുറച്ചും കൂടെ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. മുഴുവനായിട്ടൊന്നും ഫ്രൈ ചെയ്യുന്നൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.